പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു വസ്തുതയാണ്, അദൃശ്യ ദൈവവുമായി എനിക്ക് എങ്ങനെ ബന്ധപ്പെടുവാൻ കഴിയും? 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും സുഖം വരാതെ പരവശയായ ബലഹീനയായ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് ചിന്തിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. കർത്താവുമായി ബന്ധപ്പെടുവാൻ വളരെ തീക്ഷ്ണമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കഥ. തീരാവ്യാധിയാൽ ജീവിതം ഭാരമായി തീർന്ന അവൾ അന്നത്തെ സാഹചര്യങ്ങളെ തൃണവൾ കിണിച്ചുകൊണ്ട് പുരുഷാരത്തിൻ്റെ നടുവിലൂടെ എത്തി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. മനുഷ്യരിലുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ചു. യേശുവിൻ്റെ ശ്രദ്ധ ഒരിക്കലും അവളിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാതെ താഴ്മയോടെ യേശുവിൻ്റെ അരികിലെത്തി വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമുള്ളവളായി തീർന്നു. യേശു അവളോട് പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. മകളെ എന്ന് കർത്താവ് ഒരാളെ വിളിക്കുന്ന ഏക സന്ദർഭമാണിത്. അവളുടെ ഹൃദയത്തിൻ്റെ വ്യത കർത്താവ് അറിഞ്ഞു. യേശുവിനോടുള്ള അവളുടെ തീവ്രമായ ആഗ്രഹം താൻ മനസ്സിലാക്കി അവൾക്ക് സൗഖ്യം പ്രദാനം ചെയ്തു. പ്രിയമുള്ളവരെ, ഇതുപോലെ നാമും വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും ഇരിക്കുകയല്ലേ? സാരമില്ല, അവനിൽ വിശ്വസിക്കൂ. അവിടുന്ന് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും.